ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ അലീന നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് യാത്രയാവുകയാണ് കേട്ടോ. അലീനേനെ അതീവ സുന്ദരിയായി ഒരുപാട് ആഭരണങ്ങളൊക്കെ അണിയിച്ചിട്ടായിരിക്കും ബാലചന്ദ്രൻ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുക കേട്ടോ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീനയ്ക്ക് ബാലചന്ദ്രൻ ഒരു സാരിയും കുറച്ച് ആഭരണങ്ങളൊക്കെ വാങ്ങി നൽകുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്തിനാ അച്ഛാ എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, നീ ഇവിടേക്ക് അലീനയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇവിടേക്ക് വന്നത് ഒരു വേലക്കാരി ആയിട്ടാണ്, പക്ഷെ നീ ഇവിടുന്ന് പോകുന്നത് എൻ്റെ സ്വന്തം മകളായിട്ടാണ്. എൻ്റെ മകളേനെ അങ്ങനെ ഇല്ലാത്തവളായിട്ട് പറഞ്ഞയക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല. നീ പോകുന്നത് അത്രയും വലിയൊരു വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ എൻ്റെ മകൾ സന്തോഷമായിട്ട് ജീവിക്കണം, അതിന് വേണ്ടതെല്ലാം എനിക്ക് ചെയ്തു നൽകണം എന്ന് ബാലചന്ദ്രൻ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അച്ഛൻ്റെ സ്നേഹവാത്സല്യങ്ങളോടെ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്നതും അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പോൾ അലീനയുടെ നെറുകിൽ തലോടിക്കൊണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കരയല്ലേ മോളെ, നിന്നെ ഏറ്റവും സുരക്ഷിതമായിട്ട് നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരിടത്തേക്ക് തന്നെയാണ് ഞാൻ നിന്നെ പറഞ്ഞയക്കുന്നത്. നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മകളായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. ഇന്ന് നീ എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നിനക്ക് സുരക്ഷിതയായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരിടത്തേക്കല്ലേ നിന്നെ ഞാൻ പറഞ്ഞയക്കുള്ളൂ. നീ സമാധാനമായിട്ടിരിക്കുക, നിനക്ക് അവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും പ്രശ്നം നിനക്ക് അവിടെ ഉണ്ടായിച്ചാൽ നിന്നെ തിരിച്ചു കൊണ്ടുവരാനും ഞാൻ ബാധ്യസ്ഥനാണ്. നിനക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെന്ന് നീ ഒരു വാക്ക് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ നിന്നെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരും എന്ന് ബാലചന്ദ്രൻ അലീനയോട് വാക്ക് നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, വേണ്ട അച്ഛൻ്റെ ഈ സ്നേഹം മാത്രം മതി എനിക്ക്. ഈ വീട്ടിൽ ഞാൻ വന്നു കയറിയപ്പോൾ എന്നോട് കുറച്ച് സഹതാപവും സ്നേഹവും ഒക്കെ കാണിച്ചത് കൃഷ്ണമോളും അച്ഛനും മാത്രമായിരുന്നു. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചതും അച്ഛനെ അല്ലേ. എൻ്റെ മനസ്സിൽ എന്നും എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് അച്ഛൻ മാത്രമേ ഉണ്ടാവൂ എന്നൊക്കെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേട്ട് ബാലചന്ദ്രൻ മേശവലിപ്പിൽ നിന്ന് ഒരു കവറെടുത്ത് അലീനയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇതെന്താ അച്ഛൻ, പൈസയാണോ? എങ്കിൽ എനിക്ക് വേണ്ട എന്ന് അലീന പറയുന്നുണ്ട്. ഇത് പൈസയൊന്നുമല്ല, പൈസ ഞാൻ നിനക്ക് തരൂല്ല എന്ന് ബാലചന്ദ്രൻ ഒരു ചെറുചിരിയോടെ പറയുന്നുണ്ട്. അപ്പോൾ അലീന ചിരിച്ചിട്ട് അത് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. നോക്കി കഴിയുമ്പോൾ അതിലെന്താണ്, അവളുടെ പാസ്ബുക്കും ചെക്ക് ബുക്കും ആയിരിക്കും കേട്ടോ. ഇതെന്താ എന്ന് ബാലചന്ദ്രനോട് അലീന ചോദിക്കുമ്പോൾ, ഇത് നിൻ്റെ പാസ്ബുക്കും ചെക്ക് ബുക്കുമാണ്. നിനക്ക് എന്താവശ്യം, ഇനി ഇത് നിൻ്റെ കയ്യിലാണല്ലോ വെക്കേണ്ടത്, നിനക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ ഉപയോഗിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എല്ലാ കണക്കുകളും തീർത്തിട്ട് എന്നെ പറഞ്ഞയക്കുകയാണല്ലേ എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല മോളെ, ഇതൊക്കെ നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ലേ. എനിക്ക് മനസ്സിലായി അച്ഛാ. ഇനി എന്നോടുള്ള സ്നേഹം മെല്ലെ ഇല്ലാണ്ടായി പോവുമോ ഞാൻ പോയി കഴിഞ്ഞാൽ എന്ന് അലീന ഒരു വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നോക്കി വെക്കാൻ പോവോ ഇല്ലയോ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അലീനയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നാൽ ഞാൻ എല്ലാവരോടും യാത്ര പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വേഗം വേണം, നമുക്ക് പോവാൻ സമയമായി, ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് വേഗം നമുക്ക് ഇവിടുന്ന് ഇറങ്ങണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. മനസ്സിലുള്ള വേദന അടക്കി പിടിച്ചുകൊണ്ടാണ് ബാലചന്ദ്രൻ ഒരു ചെറുചിരിയോടെ അലീനയോടെ എല്ലാം പറയുന്നത് കേട്ടോ. സ്വന്തം മകളെ പറഞ്ഞയക്കാൻ ബാലചന്ദ്രന് ഒരുപാട് വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ നേരെ അലീന ചെല്ലുന്നത് നമ്മുടെ രോഹിത്തിൻ്റെ മുറിയിലേക്കായിരിട്ടോ. അലീന വരുന്നതും കാത്ത് രോഹിത്ത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് രോഹിത്തിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, രോഹിത്ത് താൻ വരുന്നതും കാത്തിരിക്കുകയാണെന്ന് അലീനയ്ക്ക് രോഹിത്തിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടോ. അലീനയെ കണ്ടതും രോഹിത്ത് കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് കേട്ടോ. അത്രയും സുന്ദരിയായി സാരിയൊക്കെ ഉടുത്ത് ആഭരണങ്ങളൊക്കെ അണിഞ്ഞു വന്ന അലീന ചേച്ചിയെ കണ്ട കല്യാണ പെണ്ണാണെന്നേ തോന്നൂ എന്ന് രോഹിത്ത് പറയുന്നുണ്ട് കേട്ടോ. ഒന്ന് പോയേടെ ചെക്ക എന്ന് അലീനയും പറയുന്നുണ്ട്. അല്ല, ഇതൊക്കെ എന്താ, അച്ഛൻ്റെ സ്നേഹ ഉപകാരങ്ങളായിരിക്കില്ലേ എന്ന് പറയുന്നുണ്ട്. അതെ, ഇതൊന്നും വേണ്ടെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതാ, പക്ഷെ അച്ഛൻ സമ്മതിക്കണ്ടേ എന്ന് പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല അലീന ചേച്ചി, അച്ഛൻ്റെ മകളല്ലേ, അപ്പോൾ അച്ഛനത് തന്നില്ലെങ്കിൽ അച്ഛനതൊരു മനസ്സമാധാനക്കേടല്ലേ, ഞങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അലീനയ്ക്ക് നേരെ ഒരു ചുവന്ന കവറ് രോഹിത്ത് നീട്ടുന്നുണ്ട്. ഇതെന്താടാ എന്ന് അലീന ചോദിക്കുമ്പോൾ, അത് കുറച്ച് ഫോട്ടോസാണ് അലീന ചേച്ചി, നമ്മൾ എറണാകുളത്ത് പോയപ്പോൾ എടുത്തതും പിന്നെ ഇവിടുത്തെ അങ്ങനെ കുറച്ച് ഫോട്ടോസ് അലീന ചേച്ചിക്ക് ഓർത്ത് വെക്കാമല്ലോ, എപ്പോഴെങ്കിലും എടുത്ത് നോക്കാനൊക്കെ ഉപകരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നെ അലീനയ്ക്ക് നേരെ വേറൊരു ബോക്സ് കൂടി
രോഹിത് നീട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ, ഇത് ഞാൻ അലീന ചേച്ചിക്ക് വേണ്ടി വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ്, ഡ്രസ്സ്, പിന്നെ കുറച്ച് സാധനങ്ങൾ വേറെയുണ്ട്. ഇതൊക്കെ അലീന ചേച്ചിക്ക് ഉപകാരപ്പെടും. ഇതൊന്നും വേണ്ടായിരുന്നല്ലോ രോഹിത്തെ എന്ന് പറയുന്നുണ്ട്. ചേച്ചിയല്ലേ പറഞ്ഞത് സഹോദരങ്ങൾക്ക് കൊടുക്കുന്ന സമ്മാനങ്ങൾക്ക് വലിയ വിലയുണ്ടെന്ന്, അതുപോലെ വിചാരിച്ചാൽ മതി. ഞാൻ എൻ്റെ ചേച്ചിക്ക് നൽകുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് രോഹിത്തിൻ്റെ ശബ്ദം ഇടരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, വിഷമിക്കല്ലേ മോനെ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാലോ, എന്ന് വേണമെങ്കിലും വിളിക്കാലോ, അത്ര ദൂരത്തേക്കൊന്നല്ലല്ലോ ഞാൻ പോകുന്നത്. ആയിക്കോട്ടെ ചേച്ചി, പക്ഷെ മനസ്സിനൊരു സമാധാനക്കേട്. എന്നെ ഞാനാക്കി മാറ്റിയത് ചേച്ചിയല്ലേ. ഞാൻ ആ ഹരിയുടെ കൂടെ കൂടി ചേച്ചിയെ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട്, എത്രമാത്രം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, മാനഭംഗപ്പെടുത്താൻ വരെ ശ്രമിച്ചതല്ലേ ഞാൻ. എന്നിട്ടും ചേച്ചിയോടൊരു ക്ഷമ പോലും ഞാൻ ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. അന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ശരിക്കും മരിച്ചാൽ മതിയെന്നായിരുന്നു എനിക്ക്. എന്നെ ഇന്ന് ഇങ്ങനെ ആക്കി തീർത്തത് അലീന ചേച്ചിയാണ്. എന്നിട്ട് പോലും അലീന ചേച്ചിയോടൊരു ക്ഷമ ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ വേദനിപ്പിച്ചവരോടൊക്കെ ക്ഷമ ചോദിക്കാൻ അലീന ചേച്ചി പറഞ്ഞു. ഞാൻ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ചേച്ചീനല്ലേ. എന്നോട് ക്ഷമിക്കണം ചേച്ചി, ഒന്നും മനസ്സിൽ വെക്കരുത് എന്ന് പറഞ്ഞ് രോഹിത് കരയാൻ തുടങ്ങുമ്പോൾ അലീന രോഹിത്തിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച് മുഖം ഉയർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഇല്ല മോനെ, നീ എന്നോട് ക്ഷമയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ എൻ്റെ അനിയനല്ലേ. നീ ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. നീ എത്രത്തോളം നല്ല രീതിയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു, അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ, സന്തോഷമേ ഉള്ളൂ. അത് തന്നെ നീ എനിക്ക് എന്നോട് ചെയ്ത തെറ്റുകളുടെയൊക്കെ പ്രായച്ചിത്തല്ലേ നീ ഇങ്ങനെ ആയിത്തീർന്നത്. അത് മതി ഈ ചേച്ചിക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, എന്നാലും ചേച്ചി ഞങ്ങളെ വിട്ടുപോവല്ലേ. വിട്ടുപോവേ, എനിക്ക് എന്ന് വേണമെങ്കിലും നിങ്ങളെ കാണാൻ വരാലോ, നിങ്ങൾക്കും എന്നെ കാണാൻ വരാലോ. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മോനെ. നീ കൃഷ്ണേനെയും ബബിതേനെയൊക്കെ നന്നായിട്ട് നോക്കണം, ബബിതേനെ നന്നായിട്ട് കെയർ ചെയ്യണം, അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. ചെറിയൊരു വാശിയുണ്ടെന്നേ ഉള്ളൂ, എന്നാലും പാവാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അമ്മേനെ അനുസരിക്കണം, അച്ഛൻ പറയുന്നത് അനുസരിക്കണം, ഒരു വഴക്കൊന്നും കൂടരുത് ആരോടും എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരെയും നോക്കാനും എല്ലാവരെയും അനുസരിക്കാനൊക്കെ ചേച്ചി പറഞ്ഞു. എന്നെക്കുറിച്ചൊന്നും എന്നോട് ഇനി പഴയ പോലെ ആവരുത്, ഒന്നിനും പോവരുത്, നന്നായി പഠിക്കണം, അങ്ങനെയൊക്കെ ചേച്ചിക്ക് പറഞ്ഞൂടെ, എന്നോടൊന്നും പറയാനില്ലേ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ അലീന പറയുന്നുണ്ട്, എനിക്കറിയാം നിന്നെ എങ്ങനെ ആക്കിയത് ഞാനല്ലേ. നീ ഇനി പഴയ രീതിയിലൊന്നും ആവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടല്ലേ അങ്ങനെയൊന്നും പറയാത്ത മോനെ. ഇനി ഞാൻ ബാക്കി രണ്ടുപേരെയും കൂടി കാണട്ടെ, സമയം പോയി, അച്ഛൻ ധൃതി പിടിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ആ കോണിപ്പടി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. താഴത്ത് മനുവേട്ടനും ബബിതയും കൃഷ്ണജിയും അലീനയെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. ആ കോണിപ്പടി ഇറങ്ങി വരുന്ന അലീനയെ മനു കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട്. കാരണം അത്രയും സുന്ദരിയായി ഒരു കല്യാണ പെണ്ണിനെ പോലെ തന്നെ അവൾ ഇറങ്ങി വരുമ്പോൾ മനുവിനെ കണ്ണെടുക്കാനേയും തോന്നുന്നില്ല കേട്ടോ. ബബിതയും പറയുന്നുണ്ട്, ഇത് ആരാ കല്യാണ പെണ്ണോ? അച്ഛനെന്താ അലീന ചേച്ചി ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കുകയാണോ? ഇതിപ്പോൾ എന്താ മനുവേട്ടാ, മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന വേഗം വന്നിട്ട് ഒന്ന് പോയേടി പെണ്ണെ പറഞ്ഞ് ബബിതയുടെ മൂക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇപ്പം ഇത്, കുറേ ഉണ്ടല്ലോ. അച്ഛൻ നന്നായിട്ട് അണിയിച്ചൊരുക്കിയിട്ടാണല്ലോ മകളെ പറഞ്ഞയക്കുന്നത്. ഇതൊന്നും വേണ്ടെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്, ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണ വേഗം അലീനയെ തൻ്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവളുടെ കയ്യിൽ അലമാരയിൽ നിന്നൊരു വാച്ച് എടുത്തിട്ട് അലീനയ്ക്ക് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ചേച്ചിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ചതാണ്, ചേച്ചി പോകുമ്പോൾ തരാൻ വേണ്ടിയിട്ട്. ചേച്ചി ഞങ്ങളെയൊക്കെ ഓർക്കില്ലേ, ഞങ്ങളെ ഒന്നും മറക്കല്ലേ ചേച്ചി, ഇടയ്ക്കൊക്കെ വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും കൃഷ്ണയ്ക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. അത് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ബബിതയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ബബിത അത്ര വിഷമമൊന്നും കാണിക്കുന്നില്ല പുറത്തിട്ട്, പക്ഷെ ബബിതയുടെ ഉള്ളിൽ നല്ല വിഷമമുണ്ട്. യാത്ര പറയുന്നുണ്ട്, എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ തിരക്ക് കൂട്ടുന്നുണ്ട്, എനിക്ക് രാത്രി ആകുമ്പോഴേക്കും തിരിച്ചു വരേണ്ടതാണ്, ഒരുപാട് ദൂരം യാത്ര ചെയ്യണം, പോവല്ലേ മോളെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന എല്ലാവരോടും യാത്ര പറയുന്നുണ്ട് കേട്ടോ. അവളുടെ പെട്ടികളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുക്കാൻ വേണ്ടി റൂമിലേക്ക് പോകുമ്പോൾ പിന്നാലെ മനു വരുന്നുണ്ട് കേട്ടോ. എന്ന് മനു പറയുന്നുണ്ട്, അലീന എന്നും വിളിക്കണം, വിളിക്കില്ലേ നീ എന്നെ എന്ന് ചോദിക്കുമ്പം വിളിക്കാം മനുവേട്ട, എന്നും വിളിക്കാം. നീ എന്നെ മറക്കേ മനുവേട്ടന് ഞാൻ മറക്കുമെന്ന് മനുവേട്ടന് തോന്നുന്നുണ്ടോ? അല്ല, പുതിയ വീടും പുതിയ സാഹചര്യങ്ങളും പുതിയ ആൾക്കാരും ഒക്കെ ആകുമ്പോൾ
ഇല്ല മനുവേട്ട, അങ്ങനെ മനുവേട്ടൻ എന്നെ കുറിച്ച് വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഒരിക്കലും ഞാൻ മനുവേട്ടനെ മറക്കില്ല. അങ്ങനെ എനിക്ക് മനുവേട്ടനെ മറക്കാൻ പറ്റൂ? മനുവിന് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. ഞാൻ രാവിലെ എണീക്കുന്നത് നിന്നെക്കുറിച്ച് ഓർത്തിട്ടാണ്, രാത്രി ഉറങ്ങാൻ കിടക്കുന്നതും നിന്നെക്കുറിച്ച് ഓർത്തിട്ടാണ്. നീ ഇന്ന് ഈ വീടിൻ്റെ പടി ഇറങ്ങുമ്പോൾ എനിക്കത് സഹിക്കുന്നില്ല അലീനെ. നിനക്ക് തീരുമാനം മാറ്റിക്കൂടായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ട, ഞാൻ കാരണം ഒരു കുടുംബം നശിക്കാൻ പാടില്ല മനുവേട്ട. നമുക്ക് എന്ന് വേണമെങ്കിലും കാണാലോ, എപ്പോൾ വേണമെങ്കിലും വിളിക്കാലോ. ഞാൻ എന്തായാലും മനുവേട്ടനെ മറക്കില്ല, മനുവേട്ടനും എന്നെ മറക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ച് നിൽക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, മതി മതി മനുവേട്ട, അച്ഛനെന്താ അവിടെ ധൃതി കൂട്ടുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാഗും പെട്ടികളൊക്കെ എടുത്ത് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബബിത ഒരു പെട്ടി അധികം എടുത്തുകൊണ്ട് അലീനയ്ക്ക് മുന്നിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, അച്ഛനൊരു കാലിപ്പെട്ടി മേടിച്ചു, അപ്പോൾ അലീന ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു പെട്ടി മേടിച്ചു, അത് കാലിയാക്കി കിടക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ കുറച്ച് പഴയ തുണികൾ അതിൽ നിറച്ചതാണെന്ന് പറയുമ്പോൾ അലീനയുടെ കണ്ണുകൾ നിറയുന്നുണ്ട് കേട്ടോ. കാരണം ഒരു പെട്ടി വസ്ത്രങ്ങളാണ്, പുതിയ വസ്ത്രങ്ങളാണ് തൻ്റെ അനുജത്തി തനിക്ക് വേണ്ടി വാങ്ങി നൽകിയിരിക്കുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ആ വീട് വിട്ടിറങ്ങാൻ അലീനയ്ക്ക് തീരെ താല്പര്യമില്ല കേട്ടോ. പക്ഷെ അവൾക്ക് വേറെ വഴിയില്ല, തൻ്റെ അമ്മയെ വിഷമിപ്പിക്കാനോ ആ കുടുംബം താൻ കാരണം തകരാനോ പാടില്ലെന്നുള്ള ഉറച്ച തീരുമാനം കൊണ്ടാണ് ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്നത്. തൻ്റെ സഹോദരങ്ങളെല്ലാം തന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാനാവാതെ അവൾ ആ വീട് വിട്ട് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. അലീന പോകുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറയുന്നുണ്ട് കേട്ടോ. അലീന പോകുന്നത് കാണാൻ പോലും ബബിത നിൽക്കാതെ ബബിത കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും സ്നേഹ ഉപകാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് അലീന നെടുമ്പുരയ്ക്കൽ വീടിൻ്റെ പടി ഇറങ്ങുകയാണ് കേട്ടോ. കാറിൽ കയറി അലീന എല്ലാവരെയും തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. കാർ ആ ഗേറ്റ് കിടക്കുന്നത് വരെ അലീനയെ നോക്കി രോഹിത്തും കൃഷ്ണജിയും മനുവേട്ടനും വീടിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഗേറ്റ് കടക്കാൻ നേരം അലീന ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു മിന്നായം പോലെ കരഞ്ഞുകൊണ്ട് സിറ്റ് ഔട്ടിൻ്റെ തൂണും ചാരി നിൽക്കുന്ന ബബിതയെയും അലീന കാണുന്നുണ്ട് കേട്ടോ. ഗേറ്റ് കടന്ന് കാറ് പോയതിന് ശേഷം കയ്യിലുള്ള ഒരു തുവാല കൊണ്ട് അലീന തൻ്റെ കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട്. കരച്ചിലടക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല. തൻ്റെ സഹോദരങ്ങളെ വിട്ട് ആ വീട് വിട്ട് തൻ്റെ സ്വന്തം വീട് വിട്ട് അലീന പടി ഇറങ്ങുകയാണ് കേട്ടോ. തൻ്റെ അമ്മയ്ക്ക് വേണ്ടി, അമ്മയെ കാണാൻ വന്നിട്ട് തൻ്റെ അമ്മ തന്നെ താൻ പോവാനുള്ള കാരണക്കാരിയാവുന്നു, തൻ്റെ അമ്മ ആട്ടിയിറക്കുന്നു, എന്തൊക്കെ അവൾക്ക് സഹിക്കേണ്ടി വന്നു എല്ലാം അവൾ ആലോചിക്കുകയാണ്. ഈ വീട്ടിൽ ഞാൻ എന്തൊക്കെ സഹിച്ചു, എന്തൊക്കെ ക്ഷമിച്ചു, എന്തൊക്കെ അനുഭവിച്ചു, എല്ലാം ഈ കുടുംബത്തിന് വേണ്ടിയും തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയും തൻ്റെ സഹോദരങ്ങളുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയും ഒക്കെ സഹിച്ചിട്ടും തനിക്ക് എന്താ കിട്ടിയത്? ഒടുക്കം ഈ വീട് വിട്ട് പടി ഇറങ്ങേണ്ടി വന്നില്ലേ? എല്ലാവരും തന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ ഈ വീടിൻ്റെ പടി ഇറങ്ങാൻ അവൾ ബാധ്യസ്ഥയായി എന്നൊക്കെ ആലോചിച്ച് അവൾ ആ സീറ്റിൽ ചാരി കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രനും തൻ്റെ വിഷമം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം തൻ്റെ മകളെ പോലെ സ്നേഹിച്ചിട്ട് ആ പെൺകുട്ടിയെ ഇപ്പോൾ വേറെ എവിടെയോ കൊണ്ടാക്കി കൊടുക്കേണ്ടി വരുന്നില്ലേ എന്നുള്ളത് ബാലചന്ദ്രന് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. ബാലചന്ദ്രൻ്റെ ഒരു ധൈര്യമായിരുന്നു അലീന. ആ ധൈര്യം ഇന്ന് നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇനി ആ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിക്കും? ആ കുടുംബം ചിന്നി ചിതറിപ്പോവും. താൻ സത്യങ്ങളെല്ലാം തുറന്നു പറയും. അലീനയ്ക്ക് വേണ്ടിയാണ് ഒക്കെ താൻ മറച്ചു വെച്ചത്. എല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചതൊക്കെ അലീനയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ ഇന്ന് അവൾ തന്നെ വിട്ട് പോവുകയാണ്. അവൾക്ക് പോയേ മതിയാവൂ, അവളുടെ അമ്മയ്ക്ക് വേണ്ടി അവൾക്കത് ചെയ്തേ മതിയാവൂ എന്നൊക്കെ ബാലചന്ദ്രൻ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുളത്തൂപ്പുഴയുടെ ആ വീടിൻ്റെ ഗേറ്റ് കടന്ന് പോകുമ്പോൾ ഈ വീട്ടിൽ ആരാണ്, എന്താണ്, തൻ്റെ അച്ഛനാണ് ആ വീട്ടിലുള്ളത് എന്ന് അലീന മനസ്സിലാക്കുന്നില്ല കേട്ടോ. ആ വീടിൻ്റെ പടി കയറുമ്പോഴാണ് തൻ്റെ സ്വന്തം അച്ഛൻ്റെ വീട്ടിലേക്കാണ് അലീന കയറി ചെല്ലുന്നത് എന്നുള്ള കാര്യം ബാലചന്ദ്രൻ അലീനയോട് തുറന്നു പറയുന്നത് കേട്ടോ. അത്ര നേരം അലീനയോട് എങ്ങോട്ടാണ് പോകുന്നത്, ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടു ചെന്നാക്കുന്നത് എന്ന് ബാലചന്ദ്രൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന ഒരു നല്ല എപ്പിസോഡാണ്, ഒരു ഇമോഷണൽ ആയിട്ടുള്ള എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്